ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്. വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായ നികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത് ഷായുടെ പശ്ചിമ ബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമ ബംഗാളിലെ ക്ഷീര കർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം.
സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 58ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ്ണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോക കിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനിയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡും ലഭിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീട നേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസതാരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാളും മരണമില്ല. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.